എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ പൊതുവെ പൊതുജനം പറയുന്ന ഒരു കാര്യമാണ്, ഭരണം ഒന്നും ശരിയല്ല, ഇടതുപക്ഷവും ശരിയല്ല, വലതുപക്ഷവും ശരിയല്ല, ഒന്നും ശരിയല്ല. കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയും ഇതൊന്നും നന്നാകാനും പോകുന്നില്ല, ഇതൊന്നും ഭാവിയിലേക്ക് ഒരു തരത്തിലും നന്നാകാനും പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ജനാധിപത്യത്തിൽ ജനം എന്ത് ചെയ്യണം, ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ജനത്തോട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു വീഡിയോ ഇത്. അതിന് ജനത്തിന് ജനാധിപത്യത്തിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള സ്ഥലമാണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഗ്രാമസഭയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറയാം. 1, പൊതുജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുക. 2, വികസനത്തിൻ്റെ രൂപരേഖ പ്ലാൻ തയ്യാറാക്കുക. 3, കണക്കുകളുടെ കൃത്യതയും സുതാര്യതയും പണികളുടെ മേൽനോട്ടവും ചെലവായ തുകയുടെ പരിശോധനയും ഒക്കെ ഗ്രാമസഭയ്ക്ക് നോക്കാൻ അവകാശമുണ്ട്. യഥാർത്ഥ ആവശ്യക്കാരെ കണ്ടെത്തുക. ഉദാഹരണം, വീട് വേണ്ടവർ ഒരു വാർഡിൽ കാണും, കക്കൂസ് വേണ്ടവർ കാണും, പിന്നെ തൈകൾ വേണ്ടവർ കാണും. അല്ല, അങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളുടെ യഥാർത്ഥ ഉപഭോക്താക്കളെ കണ്ടെത്തുക എന്നത് സത്യത്തിൽ ഗ്രാമസഭയുടെ ഉത്തരവാദിത്വം. സാമൂഹിക സേവനത്തിനായി സ്വയം സമർപ്പിച്ച വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ശരിക്കും ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് നിർബന്ധമായും ഗ്രാമസഭയിൽ പങ്കെടുക്കണം. ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഗ്രാമസഭയ്ക്കും വാർഡ് സഭയ്ക്കും ധാരാളം അധികാരമുണ്ട്, അവരധികാരത്തിൽ ശക്തരുമാണ്. എന്നാൽ ഇന്ന് ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഇഷ്ടക്കാരെ മാത്രം തിരികെ കയറ്റി ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള ഭരണ സംവിധാനം നിലവിൽ അധികാരവർഗം നടത്തുക. പൊതുജനം ഇത് അറിയുന്നുമില്ല, പൊതുജനം ഇതിനകത്ത് അംഗമാകുന്നുമില്ല. പൊതുജനത്തെ അറിയിക്കാനും അംഗമാക്കാനും അധികാരവർഗം താല്പര്യപ്പെടുന്നുമില്ല. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ അധികാരം പക്ക ഗ്രാമസഭ നടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമസഭയ്ക്കുണ്ട്. ഇതെത്ര പൊതുജനത്തിനറിയാം? അവരുടെ മെമ്പറെ തിരഞ്ഞെടുത്തങ്ങ് വിട്ടു, പിന്നെ മെമ്പറാ രാജാവ്. മെമ്പർ 10 കാശ് കിട്ടുന്ന പണികൾ എന്തെങ്കിലും കൊണ്ടുവന്നു, കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കനത്തിൽ എസ്റ്റിമേറ്റ് എടുത്തു, തൊലി പോലെ ചെയ്തു വെച്ചു, അതിൻ്റെ ചില്ലറ മേടിച്ചു. പക്ഷേ അവരെ പോലും നിയന്ത്രിക്കാൻ ഗ്രാമസഭയ്ക്ക് അധികാരമുണ്ട് എന്ന് പൊതുജനം മനസ്സിലാക്കുന്നില്ലെന്നുള്ള സാധ്യത. ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ കാര്യങ്ങൾ വാർഡിൽ എവിടെ എങ്ങനെ നടപ്പാക്കണം എന്നത് തീരുമാനിക്കാനുള്ള അധികാരം ഗ്രാമസഭയ്ക്കാണ്. ഗ്രാമസഭ തീരുമാനിച്ചിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഇതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ മാത്രമാണ്, അല്ലാതെ മെമ്പറല്ല തീരുമാനിക്കേണ്ടത്. ഈ മലയാളിക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യബോധം ഉണ്ടായി ഈ പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങളൊക്കെ മനസ്സിലായി ഇല്ലെങ്കിൽ ഈ അധികാരമെല്ലാം മെമ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മലയാളിയുടെ തലയിൽ കയറും. മലയാളിയുടെ തലയിൽ കയറാതിരിക്കണമെങ്കിൽ മലയാളി ഇതിനെക്കുറിച്ച് ന്യായമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വാർഡ് സഭയിൽ അല്ലെങ്കിൽ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് ഒരു അവകാശമായി കണ്ട്, ഇച്ചിലൂടെ വിട്ടു പറഞ്ഞാൽ ഒരു ഭാഗ്യമായി കണ്ട്, സ്ത്രീകൾ പോലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭരണം ശരിയായില്ലെന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനെങ്കിലും അവകാശമുള്ളൂ എന്നുള്ളതാണ് സത്യം. നിർഭാഗ്യവശാൽ ചില തൽപര കക്ഷികളും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ജനങ്ങളെ വിവരം അറിയിക്കേയില്ല, പ്രത്യേകിച്ച് പൊതുജനങ്ങളെ വിവരം അറിയിക്കത്തേയില്ല. പുതിയ മെമ്പർമാർക്കാണെങ്കിൽ, ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി ഉണ്ടായതല്ല ഉള്ളൂ, പുതിയ മെമ്പർമാർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ABCD പോലും അറിയത്തില്ല. ഇനി ഇതിനകത്ത് വാർഡിലെ വോട്ടർമാർ എല്ലാവരും സ്വാഭാവികമായി വാർഡ് സഭ അംഗങ്ങളാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഈ വാർഡിലെ 10% വോട്ടർമാർ ആവശ്യപ്പെട്ടാൽ മെമ്പർ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. ഉദാഹരണത്തിന് 800 പേരുള്ള ഒരു വാർഡിൽ, പഞ്ചായത്ത് വാർഡിൽ 80 പേര് രേഖാമൂലം മെമ്പറോട് പറയുക ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ മെമ്പർ ഗ്രാമസഭ വിളിച്ചേ മതിയാവൂ. ഇത് പൊതുജനത്തിന് അറിയത്തില്ല. പൊതുജനം ഇത് മനസ്സിലാക്കിയിരിക്കണം. തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മെമ്പറെ കൊണ്ട് ഗ്രാമസഭ വിളിച്ചു കൂട്ടി ഗ്രാമസഭയിൽ ശക്തമായി സംസാരിക്കാൻ ഓരോ വോട്ടറും തയ്യാറാണ്. അവർ പറയുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് ആ നിർദ്ദേശങ്ങൾ മാത്രമേ ഭരണത്തിലുള്ളവർ നടപ്പാക്കാവൂ. സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കേണ്ടത് മെമ്പറല്ല, ഉദ്യോഗസ്ഥന്മാരല്ല, പകരം ഗ്രാമസഭയാണ് നിൽക്കേണ്ട പോലെ നിന്നാൽ. ഇതാണ് നിയമം. ഇതിപ്പോൾ മെമ്പറുടെ മുമ്പിൽ പോയി വളർന്നു നിൽക്കുക വീട് തരണമെന്നും പറഞ്ഞ്, സത്യത്തിൽ അത് ഗ്രാമസഭ തീരുമാനിക്കേണ്ട കാര്യമാണ്. മെമ്പർ അവിടെ വളർന്നു നിൽക്കും ഗ്രാമസഭയുടെ മുമ്പിൽ. ഗ്രാമസഭ കൂടിയിട്ട് തീരുമാനിക്കുക ഇന്നയാൾക്കൊക്കെയാണ് വീടിന് അവകാശമുള്ളത്, ഇന്നയാൾക്ക് കക്കൂസിന് അവകാശമുള്ളത്. സ്ഥലമില്ലാത്തവന് തൈ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, അവൻ വിറ്റ് കാശും മേടിക്കും.
ഒരു തൊഴിൽ ഉറപ്പ് പണി വെക്കേണ്ടത്, അതൊക്കെ അതിൻ്റെ മുൻഗണന എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഗ്രാമസഭയാണെന്നാണ് പറഞ്ഞത്. ഇനി പെൻഷൻ ആർക്ക് കൊടുക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള അധികാരം സത്യത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഗ്രാമസഭയ്ക്ക് ഉണ്ട്. ഇനി ഈ വാർഡുകളിൽ നടക്കുന്ന പണികളുടെ എസ്റ്റിമേറ്റ്, പണികൾ പരിശോധിക്കാനും അത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോയി സൂപ്പർവിഷൻ ചെയ്യാനും ഒക്കെ ഗ്രാമസഭയ്ക്ക് അധികാരമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു പണിക്ക് എത്ര രൂപ എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, എത്ര രൂപയ്ക്ക് അത് കോൺട്രാക്റ്റ് കൊടുത്തെന്ന് നമുക്കറിയത്തില്ല, ഇത് എന്തേരം വീതിയുണ്ട്, എന്തേരം നീളത്തിലാണ് പണിയെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ വിട്ടു, പാലായിലൊരു പാലം, അതിൻ്റെ ഒറിജിനൽ പ്ലാനിൽ 6 തൂണും 2 തിട്ട സൈഡിലത്തെ തൂണും, അങ്ങനെ 6 × 2 8 തൂണും 7 സ്പാനും ഉണ്ട്, 7 സ്ലാബുണ്ട് വാർക്ക. പക്ഷേ പണിത് വന്നപ്പം അതിലൊരു തൂണും ഇല്ല, ഒരു ഇടയ്ക്കത്തെ സ്ലാബും ഇല്ല, മുക്കിയവന്മാർ. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ പണികളും അതിൻ്റെ പ്ലാൻ എന്താണ്, അതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണ്, അതിൻ്റെ ബാക്കി ഉപയോഗിക്കേണ്ട കമ്പി എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഉള്ള പ്ലാന് ഗ്രാമസഭയ്ക്ക് ചോദിക്കാം, അതിന് അധികാരമുണ്ട്. ഗ്രാമസഭ ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് ഗ്രാമസഭ നിൽക്കേണ്ട പോലെ നിന്ന് പണിയിപ്പിക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരും മെമ്പറും കണ്ടമാനം അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി നടക്കുകയല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായി അധികാരികൾക്ക് കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടും പൊതുജനം ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ട് കാര്യങ്ങൾ ചോദിക്കണം. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മെമ്പറുടെ കൂട്ടത്തിലൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല, അയാൾ വെറുതെ ഒരു കോർഡിനേറ്റർ മാത്രമെന്നാണ്. ഈ കോർഡിനേറ്റർ മാത്രമായ ആളിനെ നമ്മൾ വകവെക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ പഞ്ചായത്ത് നല്ല തുകമാർ മാറും. ഞങ്ങൾ ഇതിനു മുമ്പ് പല വീഡിയോകളും ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന ഒരു മരം മുറിച്ചു, വഴിയിലോട്ട് വെള്ളം വന്ന് കയറിയത് ഒരു JCB വിളിച്ച് വെട്ടിവിട്ടു, ഉരുണ്ട് വീഴാൻ റെഡിയായി നിന്ന് ഒരു കല്ല് മാറി. ഇങ്ങനെയൊക്കെ 10,000 രൂപയ്ക്ക് താഴെയുള്ള വർക്കുകൾ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ മാറും. ഞങ്ങൾ തന്നെ മലബാറിലൊരു പഞ്ചായത്ത് 72 കോടി 5 ലക്ഷം രൂപ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ചിലവാക്കിയതിൻ്റെ വിവരാവകാശ രേഖ വെച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറുന്ന പരിപാടികളൊക്കെ ഗ്രാമസഭയ്ക്ക് ചോദ്യം ചെയ്യാം. പിന്നെ ശുദ്ധജല വിതരണം, തെരുവ് വിളക്കുകളുടെ അപര്യാപ്തത, ഇതൊക്കെ ഗ്രാമസഭയ്ക്ക് ചോദ്യം ചെയ്യാം. ഒരു മെമ്പർ 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വിളിച്ചിരിക്കണം. തുടർച്ചയായ 3 തവണ ഗ്രാമസഭ വിളിക്കാതെ വീഴ്ച വരുത്തിയാൽ ആ മെമ്പറെ അയോഗ്യനാക്കാം. അത്രയും അധികാരം ഇതിനുണ്ട്. ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ മിനിറ്റ്സിൽ അവരെഴുതിക്കൊണ്ട് വരുന്നത് വായിച്ച് കേട്ടിട്ടൊന്നും നമ്മൾ ഒപ്പിട്ട് കൊടുക്കരുത്. അത് വിഷയം എന്താണെന്ന് ആദ്യം പറയണം, അത് ചർച്ച ചെയ്യണം, അത് തീരുമാനമാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഇവന്മാർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ട് വരും. എഴുതിക്കൊണ്ട് വന്നിട്ട് ഇവരുടെ ഇഷ്ടമുള്ള 2-3 പേരെ കൂട്ടി ഗ്രാമസഭയുടെ തീരുമാനം പേരെന്ന് എഴുതി ഒപ്പിട്ടെന്ന് പറയും. അങ്ങനെ ഒപ്പിടരുത്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. മിനിറ്റ്സ് ബുക്കിൻ്റെ ഒന്നും എഴുതാത്ത പേജുകളിൽ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത്. ശരിക്കും ഗ്രാമസഭ വാർഡ് സഭയുടെ തീരുമാനപ്രകാരം ആ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ അതിന് ഇവന്മാർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മെമ്പറും ഉദ്യോഗസ്ഥന്മാരും കൂടി ചെയ്യുന്നത്, അവർ ഒന്നെങ്കിൽ അവർ എഴുതിക്കൊണ്ട് വരും മിനിറ്റ്സ്, എന്നിട്ട് അതിൻ്റെ താഴെ അവരുടെ ഇഷ്ടക്കാരെ ഒരു 5-6 പേരെ അല്ലെങ്കിൽ ഒരു 10-15 പേരെ വെച്ച് അങ്ങ് ഒപ്പിടിക്കും. അതല്ലെങ്കിൽ 10-15 പേരുടെ പേരിൽ അവരങ്ങ് ഒപ്പിടും. ഇനി അതല്ലെങ്കിൽ ഇവർ നേരത്തെ ബ്ലാങ്ക് പേപ്പറിൽ എഴുതി ഒപ്പിട്ടങ്ങ് മേടിക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കും. ഇതൊന്നും ചെയ്യരുത്. കൃത്യമായി ഗ്രാമസഭ കൂടുമ്പോൾ നമ്മൾ എന്തിനാണ് കൂടിയിരിക്കുന്നതെന്ന വിഷയം മെമ്പർ അങ്ങോട്ട് അവതരിപ്പിക്കുമ്പം ജനം ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ജനത്തിന് ആ വാർഡിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ജനം പറഞ്ഞു കൊടുക്കണം. അതിനകത്തൊരു രാഷ്ട്രീയം നോക്കരുത്. അതാ ഇലക്ഷൻ്റെ സമയം കഴിഞ്ഞാൽ രാഷ്ട്രീയം കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ലൈഫിൻ്റെ വീട് കിട്ടിയേക്കുന്നത് മുഴുവൻ രാഷ്ട്രീയക്കാർക്കാണ്. അത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരാണോ അവരുടെ അണികൾക്കേ ഉള്ളൂ, അല്ലാത്തവർക്കില്ല. ഗ്രാമസഭയിൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഇതെല്ലാം നമുക്ക് നേരായ വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകാൻ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതുകൊണ്ട് തന്നെ മുടങ്ങാതെ ഗ്രാമസഭകളിൽ പോകുകയും ചെയ്ത് അധികാരവർഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ നമ്മളാലാവുന്നത് ഏറ്റവും താഴെ തട്ടിൽ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.